മീനൊക്കെ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുമ്പോൾ ആഗ്രഹിച്ചു പോകും കുറച്ച് കപ്പോടെ കിട്ടിയായിരുന്നെങ്കിൽ നല്ലത്. പക്ഷേ ഒരു രക്ഷയില്ല, ഞങ്ങൾക്കിവിടെ കപ്പ കിട്ടാൻ യാതൊരു വഴിയില്ല. എന്താണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കുറച്ച് മീൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു മീൻ കിട്ടിയത്. ഞാനിത് നല്ല മസാലയൊക്കെ ഒന്ന് ചേർത്തെടുത്തിട്ടുണ്ട്. ഞാൻ മസാല ചേർക്കുന്നത് കുറച്ച് അരച്ചിട്ടാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചിയും മുളകും മഞ്ഞളും പിന്നെ കുരുമുളകും എല്ലാം കൂടി നല്ലവണ്ണം അരച്ച് ചേർക്കും. പൊടിയാണെങ്കിൽ തന്നെ അതൊന്നുകൂടി ഒന്ന് അരച്ചാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി അരച്ച് ചേർക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ കറിവേപ്പില ചേർക്കത്തില്ല, ആദ്യമേ ചേർത്തത് കൊണ്ട് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറേ മീനും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സൈഡിലെ ഭാഗങ്ങളൊക്കെ കൂടെ എടുത്തു. പിന്നെ ഈ മുട്ട ഈ മീനിൻ്റെ അല്ല കേട്ടോ, ഈ മീനിനധികം മുട്ടയില്ലല്ലോ, ചെറിയ മുട്ടയാണ്, അത് ഇതിനകത്ത് ചിലപ്പോഴൊക്കെ കാണത്തുള്ളൂ. ഇത് അയല മീനിൻ്റെ മുട്ടയാണ്, സൂപ്പർ ടേസ്റ്റാണ് ഈ മുട്ട വറുത്ത് കഴിക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് വറുത്ത് കൊടുത്താൽ അവർ കഴിക്കത്തില്ല, അവർക്ക് ഇഷ്ടമേ അല്ല, അവർക്ക് അതിൻ്റെ ടേസ്റ്റ് പോലും അറിയത്തില്ല. സത്യത്തിൽ കഴിക്കാൻ കൊടുക്കുമ്പോഴേ പറയും വേണ്ട വേണ്ട എന്ന് പറയും. ഒരു പ്രാവശ്യം പോലും കഴിച്ച് നോക്കിയിട്ടില്ല. ഒരു പ്രാവശ്യം കഴിച്ച് നോക്കിയാലല്ലേ മനസ്സിലാകത്തുള്ളൂ അതിൻ്റെ ടേസ്റ്റ് എന്താണ്. എന്താണെങ്കിലും കുഴപ്പമില്ല, ഞാനിവിടെ കുറച്ച് മീനും അയല മീനിൻ്റെ മുട്ടയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്, ഇവിടുത്തെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ മീനൊക്കെ കിട്ടണമെങ്കിൽ ഇനി 2-3 മാസം കൂടി മാത്രമേ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതും കിട്ടത്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ മീൻ അതൊക്കെ കൂട്ടി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു. പിന്നെ കപ്പ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. കപ്പയൊക്കെ കിട്ടുന്ന നാട്ടിൽ വരുമോ, അല്ലെങ്കിൽ ഇവിടെ കേരള സ്റ്റോറുണ്ട്, പക്ഷേ അവിടെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അങ്ങനെ കിട്ടാറില്ല നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊന്നും. കപ്പ ഏത്തക്കയൊക്കെ വരും, പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി ദൂരമാണ്. ഒത്തിരി ദൂരെ പോയി വാങ്ങിച്ചതിന് ശേഷം മാത്രമേ അത് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പോകാറില്ല, വാങ്ങിക്കാറില്ല. പിന്നെ അവർ ബസ്സിനൊക്കെ കൊടുത്തു വിടും നമ്മൾ പറഞ്ഞാൽ, പക്ഷേ അവിടെ വരുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് എടുക്കാനായിട്ട് അങ്ങനെ പോകാറില്ല. പിന്നെ എങ്ങനെയും എന്തെങ്കിലും ഒക്കെ കിട്ടുമ്പോൾ കഴിക്കും, മീനും കപ്പയൊക്കെ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമേ ഇത് കഴിക്കാൻ പറ്റത്തുള്ളൂ. മിക്ക ദിവസങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്, ചോറും മീനും. പിന്നെ എന്താണെങ്കിലും നമ്മുടെ ചോറിൻ്റെ കൂടെ ഇച്ചിരി മീൻ വേണമല്ലോ. അതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് മീൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ